പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഈ താമരശ്ശേരി ചുരത്തിലെ അവിടെ ഇന്നും ഒരു ഗതാഗത കുരുക്കുണ്ട്. 9-ാം വളവിൽ ലോറി കുടുങ്ങിയതാണ് പ്രതിസന്ധിക്ക് കാരണം. ചുരത്തിൽ വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ട്. പ്രസാദ് ഉടുമ്പശ്ശേരി വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം ഉണ്ട്. പ്രസാദ്, ഇതിപ്പം ഇത് എത്ര കാലമായിട്ട് തുടങ്ങിയതാണ്? ഇവിടുത്തെ ഗതാഗത കുരുക്കിന് പുറമെ ഈ ഭാരവാഹനങ്ങളൊക്കെ വഴിയിൽ കുടുങ്ങിപ്പോകുന്നതും നീണ്ട ഗതാഗത കുരുക്കും ഇപ്പോൾ ഒരു സ്ഥിര സംഭവമാണല്ലേ ഇവിടെ ഈ താമരശ്ശേരി ചുരത്തില്? ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം വയനാട്ടിലേക്ക് താമരശ്ശേരി ചുരം വഴി പോവുക എന്ന് പറയുന്നത് തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രയാസമുള്ള കാര്യമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ രാവിലെ 6:30-ക്കാണ് 9-ാം വളവിൽ ഒരു ലോറി, ചരക്ക് ലോറി കുടുങ്ങിയിട്ടുള്ളത്. ഇതേ തുടർന്ന് രണ്ട് ഭാഗത്തു നിന്നും, വയനാട് നിന്ന് കോഴിക്കോട് ഭാഗത്ത് നിന്ന് വാഹനങ്ങളുടെയും മറുവശത്ത് നിന്നും വാഹനങ്ങളുടെ നീണ്ട നിരയാണുള്ളത്. ഇപ്പോഴും ഗതാഗതക്കുരുക്ക് തന്നെ അവിടെ തുടരുന്നു. ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ്. ഓക്കെ പ്രസാദ്, ശരി. ഇപ്പോൾ പ്രസാദ് ഉടുമ്പശ്ശേരി നൽകിയ നോക്കും, അവിടെ ഈ താമരശ്ശേരി ചുരത്തിൽ നിത്യേന കാണുന്ന സംഭവമാണ്. ഇന്നും അതിന് ഒരു മാറ്റവും ഇല്ല. നമുക്ക്